അമേരിക്കയിൽ കൊക്കൈൻ എന്ന ഡ്രഗിന്റെ ഉപയോഗം കൂടി വരുന്ന സമയമായിരുന്നു അത്. കൊക്ക എന്ന ചെടിയുടെ ഇലകളിൽ നിന്നും റിഫൈൻ ചെയ്തും പ്രോസസ്സ് ചെയ്തും ഉണ്ടാക്കുന്ന ഒരു കെമിക്കൽ പൗഡറാണ് കൊക്കൈൻ. അമേരിക്കയിൽ നിന്നും കൊക്കൈന്റെ ഉപയോഗം പല രാജ്യങ്ങളിലേക്കും വ്യാപിക്കുകയായിരുന്നു ആ സമയത്ത്. കൊളംബിയയുടെ കാലാവസ്ഥയും മണ്ണും കൊക്ക ചെടിക്ക് വളരുവാൻ പറ്റിയതായിരുന്നു. കൊളംബിയയിലെ ഉൾക്കാടുകളും നിയമത്തിന്റെ അയഞ്ഞ അവസ്ഥയും കൊക്കൈൻ പൗഡറിന്റെ പ്രൊഡക്ഷന് ഉത്തമമായിരുന്നു. അതുകൊണ്ടുതന്നെ പിന്നീടുള്ള വർഷങ്ങളിൽ കൊക്കൈന്റെ ഗ്ലോബൽ സെന്ററായി കൊളംബിയ മാറി. രാജ്യത്തെ വലിയ വലിയ രാഷ്ട്രീയക്കാർ വരെ അതിന് പിന്നിലുണ്ടായിരുന്നു. ഫാബിയോ റെസ്ട്രപ്പോ ആയിരുന്നു കൊളംബിയയിലെ ആദ്യത്തെ കൊക്കൈൻ വ്യാപാരികളിൽ ഒരാൾ. വർഷത്തിൽ 1-2 തവണ അമേരിക്കയിലേക്ക് 40 മുതൽ 60 കിലോഗ്രാം വരെ കൊക്കൈൻ അവർ കയറ്റി അയച്ചിരുന്നു. കൊക്കൈൻ സ്മഗിൾ ചെയ്യുവാൻ വലിയ ഒരു നെറ്റ്വർക്ക് തന്നെ ഫാബിയോ റെസ്ട്രപ്പോയ്ക്കുണ്ടായിരുന്നു. ആ നെറ്റ്വർക്കിൽ ഉള്ളവർക്കെല്ലാം വളരെ വലിയ ഒരു തുകയായിരുന്നു ഓരോ തവണയും ലഭിച്ചിരുന്നത്. കാലക്രമേണ പാബ്ലോയും ആ നെറ്റ്വർക്കിന്റെ ഒരു ഭാഗമായി മാറി. എന്തും നേരിടാനുള്ള പാബ്ലോയുടെ ധൈര്യം മറ്റ് സ്മഗ്ലേഴ്സിൽ നിന്നും പാബ്ലോയെ വ്യത്യസ്തനാക്കി. എന്ത് റിസ്ക് എടുത്തും പാബ്ലോ സ്മഗിൾ ചെയ്യുവാൻ ആരംഭിച്ചു. അതുകൊണ്ടുതന്നെ ഫാബിയോ റെസ്ട്രപ്പോയ്ക്ക് പാബ്ലോയോട് ഒരു പ്രത്യേക സ്നേഹമുണ്ടായിരുന്നു. ചെറിയ ചെറിയ ഏരിയകളുടെ കൺട്രോൾ അയാൾ പാബ്ലോയ്ക്ക് നൽകി.